ഹൈ ഡെസ്കെ പ്ലാറ്റ്ഫോം ദിസ് ഈസ് മീ യുവർ ഫ്രണ്ട് സെൽവകുമാർ. നമ്മുടെ കേരളത്ത് ഈ അടുത്ത കാലത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വയലൻസ് ആണ് വിവിധ സ്ഥലങ്ങളിൽ നടന്നതായിട്ട് നമുക്ക് പലതരത്തിലുള്ള വാർത്താ മീഡിയകളിൽ നിന്നും സോഷ്യൽ മീഡിയകളിൽ നിന്നൊക്കെ ഏറ്റവും കൂടുതലായിട്ട് കാണാനും കേൾക്കാനും കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വയലൻസ് വർദ്ധിക്കുന്നതിന് പ്രധാന കാരണമായിട്ട് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. നമ്മുടെ സൊസൈറ്റിയിൽ ലഹരിയുടെ വർധനവ്, ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായിട്ടും, അതുപോലെ തന്നെ ഈ വയലൻസ് സിനിമകൾ ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സോ ഇത്തരത്തിലുള്ള സിനിമകൾ നമ്മുടെ ജനങ്ങളെ ഏറ്റവും കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ തന്നെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ നമുക്ക് പ്രധാനമായിട്ടും വിവിധ മാധ്യമങ്ങളിലൂടെ നമുക്ക് ഈ അടുത്ത കാലത്ത് പലതരത്തിലുള്ള പൊളിറ്റീഷ്യൻസ്, ആക്ടിവിസ്റ്റ്, ഇങ്ങനെ നിരവധി ആൾക്കാരിലൂടെ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ വയലൻസ് വർദ്ധിക്കുന്നതിന് ഈ രണ്ട് കാര്യങ്ങളാണോ പ്രധാനമായിട്ടും കാരണമാകുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അതിനു മുമ്പ് നിങ്ങൾ നമ്മുടെ എസ്കേപ്പ് പ്ലാറ്റ്ഫോം അംഗമല്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അംഗമാവുക. പിന്നെ താഴെ ഒരു ബെല്ലൈക്കൺ കാണും, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് തീർച്ചയായിട്ടും നിങ്ങൾ എത്തിക്കുന്നതിന് നമ്മുടെ യൂട്യൂബിന്റെ അൽഗോരിതം ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ ജസ്റ്റ് ഡു ഇറ്റ്. ആൻഡ് ഈ വീഡിയോ കണ്ടതിന് ശേഷം തീർച്ചയായിട്ടും ലൈക്ക് തരിക, എന്നിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വയലൻസ് സിനിമകൾ കാണുന്നത് കൊണ്ടാണോ, അതുപോലെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ആക്ച്വലി നമ്മുടെ നാട്ടിൽ വയലൻസ് ഏറ്റവും കൂടുതലായിട്ട് വർദ്ധിച്ചു വരുന്നത്? എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ അല്ല. അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ സിനിമയുടെ കാര്യം തന്നെ എടുത്തു നോക്കി കഴിഞ്ഞാൽ, ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതലായിട്ട് വയലൻസിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള സിനിമകളാണ് നമുക്ക് കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. അത് കേരളത്തിലായാലും തമിഴ്നാട്ടിലായാലും തെലുങ്കിലായാലും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലായാലും ഇന്റർനാഷണൽ ലെവൽ ആയാൽ പോലും അത്തരത്തിലുള്ള സിനിമകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിൽ നിന്നുണ്ടായ വയലൻസ് സിനിമ ആയിട്ടുള്ള മാർക്കോ എന്ന് പറയുന്ന സിനിമയിൽ പ്രത്യേകിച്ചും വയലൻസിനെയാണ് ഏറ്റവും കൂടുതൽ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. പൊതുവെ ഈ മാർക്കോ പോലുള്ള സിനിമകൾ നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഉണ്ട്. പ്രത്യേകിച്ച് കണ്ടന്റുകൾ, അതായത് സ്റ്റോറി, അതൊക്കെ വളരെ കുറവായിരിക്കും, എന്നാൽ വയലൻസ് ഏറ്റവും കൂടുതലായിരിക്കും എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള സിനിമകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ അതാണ് പലപ്പോഴും പ്രശ്നങ്ങളായിട്ട് കാണുന്നത്. ആക്ച്വലി നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇതുപോലുള്ള എക്സ്ട്രീം ലെവലായിട്ടുള്ള വയലൻസ് സിനിമകളൊക്കെ ഇറങ്ങാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളേ ആയിട്ടുള്ളൂ. എന്നാൽ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള വയലൻസ് സിനിമകൾ ഇറങ്ങുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഗ്ലോബലി, അതായത് ഇന്റർനാഷണൽ ലെവലൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഹോളിവുഡ് പോലുള്ള ഇംഗ്ലീഷ് സിനിമകൾ, എക്സ്ട്രീം ലെവലായിട്ടുള്ള മൂവീസ് നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിലുള്ള സിനിമകൾ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാർ കണ്ടു കാണും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സോ ഇത്തരത്തിലുള്ള സിനിമകൾ നമ്മൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും, വയലൻസ് സിനിമകൾ കാണുന്നത് കൊണ്ട് മാത്രമല്ല നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള വയലൻസ് നടക്കുന്നത് എന്ന്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള വയലൻസ് ഉണ്ടാകുന്നതിന് പ്രധാന കാരണമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ വെറുപ്പും വിദ്വേഷവും, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ വയലൻസ് ഉണ്ടാക്കുന്നതിന് കാരണമായിട്ടുള്ളത് എന്നാണ് ഞാൻ പറയുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വെറുപ്പും വിദ്വേഷമൊക്കെ പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെയൊക്കെ വരും. അതുപോലെ തന്നെ ഇപ്പോൾ ഫൈറ്റ് ഒരു എക്സാമ്പിളാണ്. ഫൈറ്റ് മീൻസ് വഴക്കുണ്ടാക്കുന്നതിലൂടെ വരും. അല്ലെങ്കിൽ ജാതി, മതം, വിശ്വാസം, അധികാരം, സമ്പത്ത്, ഇതിൻ്റെയൊക്കെ പേരിലാണ് ആക്ച്വലി നമ്മുടെ നാട്ടിലും അതുപോലെ തന്നെ ഗ്ലോബലി ഒക്കെ പലതരത്തിലുള്ള യുദ്ധങ്ങളും കലാപങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായിട്ടൊക്കെയാണ് ആക്ച്വലി നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുള്ളത്. അതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ മദ്യം പോലുള്ള ഡ്രഗ്സുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് മാത്രം നമ്മുടെ സൊസൈറ്റിയിൽ വയലൻസ് ഉണ്ടാകുന്നു എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കത്തില്ല. എന്നാൽ ഇതുപോലെ ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഹെൽത്തിനെ ബാധിക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ചും നമ്മുടെ ബോഡിക്ക് ആവശ്യമില്ലാത്ത എന്ത് തന്നെ നമ്മുടെ ബോഡിക്കകത്തേക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് പ്രശ്നം തന്നെയാണ്, ജീവനും ഭീഷണിയാണ്. നമുക്കൊരു ചൊല്ലുണ്ട്, അധികമായി കഴിഞ്ഞാൽ അമൃതം വിഷമം എന്നാണ്. സോ അതിന് കഴിക്കുന്ന ഭക്ഷണമായാലും പ്രോബ്ലം ആണ്. അങ്ങനെയാണ് ആക്ച്വലി നമ്മൾ മനസ്സിലാക്കേണ്ടത്.
പിന്നെ ഡ്രഗ്സിൽ തന്നെ ചില ഡ്രഗ്സ് ആയിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടല്ലോ, അത് പല സ്ഥലങ്ങളിൽ ഗ്ലോബലി ചില രാജ്യങ്ങളിലൊക്കെ ലീഗലാക്കി ആക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ ഉത്തർപ്രദേശ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ലീഗലാണ് പോലും. സോ അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ചില സ്ഥലങ്ങളിൽ മെഡിക്കൽ പർപ്പസിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നതൊക്കെ ആയിട്ടാണ് നമുക്ക് കാണാനൊക്കെ ആയിട്ട് സാധിക്കുന്നത്. സോ ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലുള്ള സംഭവങ്ങൾ ഇപ്പൊ ഡ്രഗ്സ് ആയാലും എന്ത് തന്നെ ആയാലും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുമ്പോൾ ഒരുപക്ഷെ അത് നമ്മുടെ ബോഡിക്ക് ഗുണവും ആണ് എന്നാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. നമുക്ക് അങ്ങനെയും മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമുക്ക് ബോഡിക്ക് ആവശ്യമില്ലാത്ത എന്ത് തന്നെ ആയാലും അകത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് വിഷമാണെന്നും മനസ്സിലാക്കണം. സോ ആ ഒരു രീതിയിൽ എന്ത് കാര്യവും അപ്രോച്ച് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എനിക്ക് പ്രത്യേകമായിട്ടും പറയാനുള്ളത്. പിന്നെ മദ്യം, കഞ്ചാവ്, സ്മോക്കിംഗ്, ഇതുപോലുള്ള മെറ്റീരിയൽസ് നമ്മുടെ നാട്ടിൽ മാത്രമല്ല ഉപയോഗിക്കുന്നത്, ഗ്ലോബലി പല രാജ്യങ്ങളിലും ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ചില രാജ്യങ്ങളിൽ ലീഗലായിട്ട് ഇത് അവൈലബിൾ ആണ്. അത്തരം സ്ഥലങ്ങളിൽ പൊതുവെ വയലൻസുകൾ കുറവായിരിക്കും. എന്നാൽ ലീഗൽ ചെയ്യപ്പെടാത്ത രാജ്യങ്ങളിലൊക്കെ നോക്കി കഴിഞ്ഞാലാണ് ഇത്തരത്തിലുള്ള വയലൻസുകൾ ഏറ്റവും കൂടുതലായിട്ട് വർദ്ധിച്ചിട്ടുണ്ടാവുക. ഇപ്പൊ യൂറോപ്പ് പോലുള്ള കൺട്രീസിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ അത് സോഷ്യലി ഉപയോഗിക്കുന്നതായിട്ടൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോൾ അവിടുത്തെ നാട്ടിൽ പോയിട്ട് അവിടെയുള്ള വീടുകളിൽ ഒരുപക്ഷെ ആരെങ്കിലും ഗസ്റ്റായിട്ട് പോവുകയാണെങ്കിൽ അവർക്ക് അവരെ റിസീവ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഡ്രഗ്സും കാര്യങ്ങളൊക്കെ നൽകിക്കൊണ്ടാണ് എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. പിന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവർക്ക് ഒരു ലിമിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് അവരുടെ രീതി എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. നമ്മുടെ നാട്ടിൽ ഒരു കുപ്പി വാങ്ങിക്കഴിഞ്ഞാൽ അത് ഒറ്റ ഇരിപ്പിന് തന്നെ അടിച്ചു തീർക്കണം. അതാണ് നമ്മുടെ രീതി, നമ്മുടെ കൾച്ചർ. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ആക്ച്വലി പലപ്പോഴും നമ്മുടെ ഹെൽത്തിനെ ബാധിക്കുന്നത്. സോ അതൊക്കെയാണ് ആക്ച്വലി നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ എന്ത് കാര്യവും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാനായിട്ട് പഠിക്കണം എന്നുള്ളതാണ്. സോ നമ്മൾ അത് പഠിക്കുന്നില്ല, അതാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സൊസൈറ്റിയിൽ വയലൻസ് വർദ്ധിക്കുന്നതിന് കാരണം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ടോ വയലൻസ് സിനിമകൾ കാണുന്നത് കൊണ്ടോ അല്ല എന്നുള്ളതാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മുടെ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ ഓരോ കാലഘട്ടം പലതരത്തിലുള്ള യുദ്ധങ്ങളും കലാപങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാർ, അതുപോലെ തന്നെ റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള ഇസ്രായേൽ പാലസ്തീൻ, ഉക്രൈൻ റഷ്യ, നമ്മുടെ ഇന്ത്യയിൽ തന്നെ വിവിധ സ്റ്റേറ്റുകളിൽ പലതരത്തിലുള്ള കലാപങ്ങൾ പല കാലഘട്ടങ്ങളിൽ നടന്നിട്ടുണ്ട്. റീസെന്റ് ആയിട്ട് മണിപ്പൂരിലെ കലാപം, ഇതൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ അവിടേക്ക് ആരെങ്കിലും ഡ്രഗ്സ് അടിച്ചിട്ടാണോ ഇത്തരത്തിലുള്ള കലാപങ്ങൾ ചെയ്തിട്ടുള്ളത്, ഇല്ലെങ്കിൽ യുദ്ധങ്ങൾ ചെയ്തിട്ടുള്ളത്, ഇല്ലെങ്കിൽ വയലൻസ് സിനിമകൾ കണ്ടിട്ടാണോ അവിടേക്ക് ഒരുപാട് ആൾക്കാരെ കൊന്നിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ അങ്ങനെ അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ആക്ച്വലി യാഥാർത്ഥ്യം. എന്നാൽ ഇത്തരത്തിലുള്ള കലാപങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം പലപ്പോഴും പരിശോധിക്കുകയാണെങ്കിൽ അതിൽ വിദ്വേഷം, ഹേറ്റഡ്, അതുപോലെ തന്നെ ഈ ജാതി, മതം, വിശ്വാസം, ദൈവം, സമ്പത്ത് തുടങ്ങിയ പേരുകളിലൊക്കെയാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ നടന്നിരിക്കുന്നത് എന്ന് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. എന്ന് വെച്ച് മദ്യം പോലുള്ള മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്ന ആൾക്കാർ വയലൻസ് ചെയ്യുന്നില്ല എന്നല്ല എൻ്റെ പോയിന്റ്. വയലൻസ് ഉണ്ടാകുന്നതിന് പ്രധാനമായിട്ടും വെറുപ്പ്, വിദ്വേഷം പോലുള്ള ഞാൻ നേരത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊക്കെയാണ് മെയിൻ കാരണം എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ചിന്താഗതികൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആൾക്കാർ ഇപ്പോൾ ഇതുപോലുള്ള ഡ്രഗ്സും കാര്യങ്ങളും ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവരുടെ ടാർഗറ്റ് എന്താണോ അത് നടത്താനായിട്ട് പെട്ടെന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറൊക്കെ ആയിട്ടാണ് ഇത്തരത്തിലുള്ള ഡ്രഗ്സിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഡ്രഗ്സ് അടിക്കുന്ന ഒരുപാട് ആൾക്കാരെ നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ അതില് വളരെ കുറഞ്ഞ ശതമാനം ആൾക്കാർ മാത്രമാണ് പലപ്പോഴും അവിടെയൊക്കെ ആയിട്ട് വയലൻസ് ഉണ്ടാക്കുന്നത്. ചില സ്ഥലങ്ങളിൽ കുടിക്കുന്ന ആൾക്കാർ തന്നെ വയലൻസ് ഉണ്ടാക്കും. അല്ലാത്ത സ്ഥലങ്ങളിൽ കുടിക്കുന്ന ആൾക്കാരെ കണ്ടിട്ട് വേറെ കുറെ ആൾക്കാരും വയലൻസ് ഉണ്ടാക്കുന്നതാണ് അധികമായിട്ട് കാണാറുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ ചില സ്ഥലങ്ങളിൽ ഡ്രിങ്ക്സ് അടിച്ച് ചില ആൾക്കാർ ബോധം കെട്ടൊക്കെ വീണ് കിടക്കുന്ന ആൾക്കാരും കാണാനായിട്ടൊക്കെ സാധിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വയലൻസ് ഉണ്ടാകുന്നതിന് പ്രധാനമായിട്ടും ഡ്രഗ്സ് ഒരു കാരണമല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സിനിമകളും അങ്ങനെയാണ്, ചെറിയൊരു രീതിയിൽ തീർച്ചയായിട്ടും സൊസൈറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്.
നമ്മുടെ മലയാളത്തിലൊരു സിനിമ കണ്ടിട്ടാണ് ആക്ച്വലി ഹൈദരാബാദിലെ ഒരു ഇഷ്യൂ നടന്നിട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ആ ഒരു കേസിനെ കുറിച്ച് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഹൈദരാബാദിലെ ഒരു ഹസ്ബൻഡ് ഭാര്യയെ കൊന്നിട്ട് ബോഡി വെട്ടി നുറുക്കി കുക്കറിൽ വേവിച്ച് പിന്നെ അത് പൊടിയൊക്കെ ആക്കിയിട്ട് ബാഗിലാക്കി തൊട്ടടുത്തുള്ള ഒരു തടാകത്തിൽ ഡംപ് ചെയ്തിട്ടുള്ള ഒരു കേസ്. അപ്പൊ അത് ഇത്തരത്തിലുള്ള സിനിമകൾ കണ്ടിട്ടാണ് എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ പറയുകയാണ്, ചെറിയൊരു രീതിയിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള മൂവി പോലുള്ള ആർട്ടുകൾ തീർച്ചയായിട്ടും സൊസൈറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സോ അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം. സോ കലാകാരന്മാരായിട്ടുള്ള ആര് തന്നെ ആയാലും മറ്റു കാര്യങ്ങൾ ചെയ്യുന്ന ആര് തന്നെ ആയാലും സൊസൈറ്റിക്ക് ഉത്തരവാദിത്തമുള്ള ആൾക്കാരായിരിക്കണം. നിങ്ങൾ ചെയ്യുന്ന എന്ത് പ്രവൃത്തിയും ഇവൻ കലയായാൽ പോലും നമ്മുടെ സൊസൈറ്റിയുടെ ബെറ്റർമെന്റ് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടതിൽ എനിക്ക് 2 സിനിമകളാണ് പ്രധാനമായിട്ടും ഇഷ്ടപ്പെട്ടത്. ഒന്ന് ബോട്ടിൽ രാധ, അതുപോലെ തന്നെ കുടുംബസ്ഥൻ എന്നൊരു നല്ലൊരു സിനിമയാണ്. ഈ ബോട്ടിൽ രാധയിൽ പ്രധാനമായിട്ടുള്ള കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മദ്യപാനമാണ്. അവിടെ മദ്യപാനിയായിട്ട് ആക്ട് ചെയ്തിട്ടുള്ളത് ഗുരു സോമസുന്ദരം, അതായത് മിന്നൽ മുരളി സിനിമയിലെ വില്ലനായിട്ടുള്ള ആക്ടറാണ്. അപ്പോൾ അദ്ദേഹമാണ് ഒരു കുടുംബത്തിലെ ഗൃഹനാഥനായിട്ടും മദ്യപാനിയുമാണ്. സോ മദ്യം കൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഒരു ഫാമിലിയിൽ നടക്കുന്നത്, ആ മദ്യം എങ്ങനെ നമുക്ക് നിർത്താം എന്ന ഒരു രീതിയിലുള്ള ഒരു സിനിമയാണ്. നല്ലൊരു മെസ്സേജ് നൽകുന്ന ഒരു സിനിമയാണ്. അതുപോലെ തന്നെയാണ് ഈ കുടുംബസ്ഥൻ എന്ന് പറയുന്ന സിനിമയും. കുടുംബസ്ഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നമുക്ക് എന്തൊക്കെ ക്വാളിറ്റി വേണം, നമ്മൾ എന്തൊക്കെ അച്ചീവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. സോ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെയാണ് ആ സിനിമയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. എന്നാൽ അത്തരത്തിലുള്ള സിനിമകൾ പൊതുവെ കാണാനായിട്ട് ആൾക്കാർ വളരെ കുറവായിട്ടാണ് തിയേറ്ററുകളിലൊക്കെ കാണാനായിട്ട് സാധിക്കുന്നത്. അതേസമയത്ത് തന്നെ വയലൻസ് പ്രൊമോട്ട് ചെയ്യുന്ന സിനിമകൾ ഒരുപാട് ആൾക്കാരാണ് കാണുന്നത്. സോ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് സെറ്റ്, മെന്റാലിറ്റി എന്തിനാണ് ഏറ്റവും കൂടുതലും ഫോളോ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒരു വിഭാഗം വയലൻസിനെയാണ് ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് കാണുന്നത്. അതേസമയത്ത് വേറൊരു സൈഡിൽ വേറൊരു വിഭാഗം നല്ല കണ്ടന്റുകൾ അന്വേഷിച്ച് പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ വയലൻസിനെ നോക്കി പോകുന്ന ആൾക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അപകടമാണ്. ഇപ്പോൾ നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഇറക്കി കഴിഞ്ഞാൽ അവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല കാര്യങ്ങൾ പറയാനും, ഇല്ലെങ്കിൽ ഒരു വിഷയം, ഒരു ഇഷ്യൂ നടക്കുന്നുണ്ട്, അത് എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം എന്ന് പറയുന്നതിന് ആൾക്കാർ പൊതുവെ കുറവായിരിക്കും. അതേസമയത്ത് അവിടെ വന്നിട്ട് ഹെയ്റ്റ് സ്പീച്ചുകൾ, ഹെയ്റ്റ് സ്റ്റേറ്റ്മെന്റുകൾ ഇറക്കാനായിട്ട് ഒരുപാട് ആൾക്കാരാണ് ആക്ച്വലി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഡേഞ്ചറാണ്. എന്ന് വെച്ച് ഒരു സോഷ്യൽ മീഡിയ കണ്ടുകൊണ്ട് നമുക്ക് സൊസൈറ്റിയെ വിലയിരുത്താനായിട്ട് സാധിക്കത്തില്ല. സൊസൈറ്റിയിൽ മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ ആർ ലവിങ് ടു മേക്ക് പീസ്. എന്നാൽ വളരെ കുറഞ്ഞ ശതമാനമുള്ള ആൾക്കാരാണ് ആക്ച്വലി ഇതുപോലുള്ള വെറുപ്പും വിദ്വേഷങ്ങളൊക്കെ സൊസൈറ്റിയിൽ ചെയ്യുന്നത്. അതേസമയത്ത് ഈ സോഷ്യൽ മീഡിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. സോഷ്യൽ മീഡിയയിൽ മെജോറിറ്റിയും ഹേറ്റഡ് സ്പീച്ചേഴ്സ്, വളരെ കുറഞ്ഞൊരു ശതമാനം ആൾക്കാരാണ് അവിടെ നല്ല നല്ല കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. ഇവിടെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് റീലാണ്, സൊസൈറ്റി എന്ന് റിയാലിറ്റി. സോ അതങ്ങനെയാണ് ആക്ച്വലി നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന വേറൊരു ടോക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ന്യൂ ജെൻ അവർ വന്നിട്ട് ഈ വയലൻസ്, അതുപോലെ തന്നെ ഡ്രഗ്സ് എന്ന കാര്യങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ട് ഉൾപ്പെടുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ ആ ഒരു ടോക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു തെറ്റായിട്ടുള്ള ഒരു ടോക്കാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ജനറേഷൻ വൈസ് നോക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ കോൺട്രാസ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പോഴുള്ള ജനറേഷൻ ശരിക്കും പറഞ്ഞാൽ പഴയ ജനറേഷൻ അപേക്ഷിച്ച് വളരെ ഒരു നല്ലൊരു ജനറേഷനാണ്. ഇപ്പം നമ്മൾ ചരിത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഓരോ ജനറേഷനും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഡ്രഗ്സിൻ്റെ ആയാലും വയലൻസ് ഉണ്ടാക്കുന്ന കാര്യത്തിലായാലും പോലും ഇപ്പോൾ ഉള്ളതിനേക്കാളും അന്ന് കൂടുതലായിട്ടാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതിന് നമ്മുടെ ജനറേഷൻ ആയാലും ഇപ്പോഴുള്ള ജനറേഷൻ ആയാലും ഇതിന് മുമ്പത്തെ ജനറേഷനുമായിട്ടൊക്കെ നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ തീവ്രത നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഞാൻ ജീവിക്കുന്ന ഏരിയയിൽ പോലും അങ്ങനെ തന്നെയാണ്. എൻ്റെ ജനറേഷനേക്കാളും ഇപ്പോഴുള്ള ജനറേഷൻ കുറച്ചും കൂടി ബെസ്റ്റാണ്. ഇപ്പോഴുള്ള ജനറേഷനിൽ അധികം ആൾക്കാരും വയലൻസ്, ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെ കുറവാണ്.
ആൾക്കാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അതേസമയത്ത് എൻ്റെ ജനറേഷനുമായിട്ട് ഇപ്പോഴുള്ള ജനറേഷനെ കമ്പയർ ചെയ്യുമ്പോൾ എൻ്റെ ജനറേഷനിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ളത്. അതേസമയത്ത് എൻ്റെ ജനറേഷനും എൻ്റെ അച്ഛൻ്റെ അല്ലെങ്കിൽ അതിന് മുമ്പത്തെ ആൾക്കാരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും തീർച്ചയായിട്ടും പാരൻസിന്റെ ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവർ തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ട് വയലൻസ്, ഈ മയക്കുമരുന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത്. അന്നത്തെ കാലഘട്ടത്തിൽ കഞ്ചാവടക്കം ഉപയോഗിച്ചിട്ടുള്ളതായിട്ടൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. സോ ദാറ്റ് ഈസ് ദ റിയാലിറ്റി. പിന്നെ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ ടെക്നോളജി ഡെവലപ്പ് ആയിട്ടുണ്ട്. നമ്മൾ ജീവിക്കുന്നത് ഒരു ഡിജിറ്റൽ യുഗത്തിലാണ്. സോ നമുക്ക് മൊബൈൽ ഫോൺ ഉണ്ട്, TV ഉണ്ട്, കമ്പ്യൂട്ടർ ഉണ്ട്, ഇങ്ങനെ ഒരുപാട് ഡിവൈസസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡിവൈസസിൽ സോഷ്യൽ മീഡിയാസിൻ്റെ അവൈലബിലിറ്റി ഒരുപാടുണ്ട്. സോ നമുക്ക് നമ്മുടെ ചുറ്റും നടക്കുന്ന പല കാര്യങ്ങളും പെട്ടെന്ന് തന്നെ നമുക്ക് റീച്ച് ആവുന്നുണ്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ഓരോ കാര്യങ്ങളും പെട്ടെന്ന് നമുക്ക് റീച്ച് ആവുകയും അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കുന്നത്. എന്നാൽ ഇതേ സംഭവം തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ആണെങ്കിൽ ഇത്തരത്തിലുള്ള ടെക്നോളജിയുടെ വികാസം അന്ന് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് നമ്മളെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് എത്തിപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു കാലഘട്ടത്തിൽ അപ്ഡേറ്റ് അല്ല എന്നുള്ളതാണ്. സോ അത് നമ്മൾ അങ്ങനെയാണ് ആക്ച്വലി മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അന്നും ഇന്നും നടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ബട്ട് ദ സാഹചര്യം ദാറ്റ് ഈസ് ഡിഫറെൻറ്റ്. അങ്ങനെയാണ് ആക്ച്വലി നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരും പലതരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം എന്തെങ്കിലുമൊക്കെ പ്രശ്നം ചെയ്തു കഴിഞ്ഞാൽ ഉടനെ മൊബൈൽ ഫോൺ എടുക്കുകയും വീഡിയോയോ ഇല്ലെങ്കിൽ ഫോട്ടോയോ എടുത്ത് എത്തിക്കേണ്ട സ്ഥലത്ത് സ്പോട്ടിൽ തന്നെ എത്തിക്കുന്നുണ്ട് ആൾക്കാർ. അതുകൊണ്ട് തന്നെ ചില ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഭയമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ വയലൻസ് പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ വളരെ കുറവായിട്ടാണ് മനസ്സിലാക്കുന്നത്. പിന്നെ എന്തായാലും ഈ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ കമൻറ്റുകൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത നമുക്ക് പുതിയൊരു വിഷയമായിട്ട് പുതിയൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ. ലവ് യു ഓൾ. താങ്ക് യു.